തിരുവനന്തപുരം വർക്കല നഗരസഭ പുതുതായി പണി കഴിപ്പിച്ച ഷീ ലോഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 2024 ഫെബ്രുവരി 11-നാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. പദ്ധതി പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ നാട്ടുകാരടക്കം പ്രതിഷേധത്തിലാണ്. വർക്കല റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും സമീപത്തായി നഗരസഭ പൊന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് ലോഡ്ജ് നിർമ്മിച്ചത്. നഗരസഭ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 75 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കിച്ചണും ഹാളും ടോയ്ലറ്റുകളും ഉൾപ്പെടെ 5 റൂമുകളാണ് കെട്ടിടത്തിലുള്ളത്. കിടക്കകളും ഫർണിച്ചർ സംവിധാനങ്ങളും ഒരുക്കിയാൽ മാത്രമേ ലോഡ്ജിൽ പ്രവർത്തനം സാധ്യമാകൂ. ഇതിനായി നഗരസഭാ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ലോഡ്ജ് പ്രവർത്തനക്ഷമമായാൽ സ്ത്രീ യാത്രക്കാർക്ക് അത് അനുഗ്രഹമാകും. ഈ 1.5 വർഷം ആയിട്ടും ഇവിടെ ഈ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതിന് നഗരസഭ പറയുന്ന കാരണം എന്ന് പറയുന്നത് കുടുംബശ്രീ സ്ത്രീകളെ അതിനായിട്ട് പരിശീലനം കൊടുക്കുകയും അവരെ അതിനായിട്ട് ഇവിടെ നിയോഗിക്കുകയും ചെയ്യണം എന്ന്, അതിനുള്ള കാലതാമസം എന്നാണ് വർക്കല സഭ അതിനായിട്ട് പറയുന്ന കാരണം. പക്ഷേ നിരവധി സ്ത്രീകൾ ഇവിടെ വളരെ അധികം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും വളരെ വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല. അപ്പോൾ ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് വളരെ വലിയൊരു ആശ്രയമാണ് ഇങ്ങനെ ഒരു കെട്ടിടം. പക്ഷേ ഇതുവരെയും നഗരസഭ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. രാത്രികാലങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ 2017-ലാണ് ഷീ ലോഡ്ജ് പദ്ധതി ആവിഷ്കരിച്ചത്. കുടുംബശ്രീ ജീവനക്കാർക്ക് പരിശീലനം നൽകി വരുന്നുണ്ടെന്നും അതിനുള്ള കാലതാമസമാണ് നിലവിലുള്ളതെന്നും നഗരസഭയും വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.